ഇന്ന് നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കായിട്ട് അടുത്തൊരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ പാസ്തയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പാസ്ത കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിയിൽ ക്രീമി ആയിട്ടോ അല്ലെങ്കിൽ വൈറ്റ് സോസ് ചേർത്തിട്ടോ ആ രീതിയിലൊന്നും അല്ലാതെ പാസ്ത ഉണ്ടാക്കുന്നത്. അതുപോലെ ക്രീം ചേർത്തിട്ടോ ചീസ് ചേർത്തിട്ടോ ഒന്നല്ല. കുട്ടികൾക്ക് ചീസൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. പക്ഷെ എപ്പോഴും ചീസ് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് വല്ലപ്പോഴും ഒക്കെ ചീസ് ചേർത്തിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇതിപ്പോ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നമ്മുടേതായ മസാലകളൊക്കെ ചേർത്തിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോ ഈ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോ ഇത് അധികം എരിവുള്ള റെസിപ്പി അല്ല, ചെറിയ എരിവുണ്ട്. അപ്പോൾ എരിവ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇതിൽ പച്ചമുളക് അല്ലെങ്കിൽ പെപ്പർ പൗഡർ ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം എരിവ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ 3 കളറിലെ ക്യാപ്സിക്കം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 3 കളറിലെ ക്യാപ്സിക്കം ചേർക്കാം. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് കുട്ടികളുള്ള വീടുകളാകുമ്പോൾ നമ്മളെപ്പോഴും 3 ടൈപ്പ് സോസ് വീട്ടിൽ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ, നമ്മുടെ ടൊമാറ്റോ സോസും സോയ സോസും അതുപോലെ തന്നെ ചില്ലി സോസും വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഈ ഒരു റെസിപ്പി എന്നല്ല ഒരുപാട് റെസിപ്പികൾ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിലൊന്നാണ് നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈല് നൂഡിൽസിന്റെ റെസിപ്പി. അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തോളൂ. കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന റെസിപ്പിയാണ്. നൂഡിൽസ് ആകുമ്പോൾ പിന്നെ നൂഡിൽസിനെ കുറിച്ച് പ്രത്യേകിച്ച് കുട്ടികളോട് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കട്ടെ എന്ന് മാത്രം ചോദിച്ചാൽ മതി. നന്നായിട്ട് കുട്ടികൾ എൻജോയ് ചെയ്ത് കഴിച്ചോളും. അപ്പോൾ നൂഡിൽസിന്റെ റെസിപ്പിയും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് പാസ്ത കിട്ടിയില്ല, ഇപ്പോ സ്പഗറ്റി ആണ് കിട്ടുന്നതെങ്കിൽ സ്പഗറ്റി ഉപയോഗിച്ചിട്ടോ നമ്മുടെ കയ്യിൽ ഏത് രീതിയിലുള്ള പാസ്തകളാണോ ഉള്ളത് അല്ലെങ്കിൽ മക്രോണി ആണോ ഉള്ളത്, ഏത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോ ഇതിപ്പോ ഞാൻ ഇവിടെ ചെയ്യുന്ന കിച്ചൂസിന് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനൊരു ബേസിക് ഇതുപോലെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു റെസിപ്പി കാണിച്ചു തരുന്നേ ഉള്ളൂ. പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോകളിൽ കുറെ ആളുകൾ കണ്ടിട്ടില്ല. അപ്പോ ആ വീഡിയോകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ചില ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ വരാതിരുന്നിട്ടായിരിക്കാം. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ്സ് വരുന്നത് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കമന്റ്സ് വരുന്നത്. ഇപ്പൊ എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ നേരത്തെയുള്ള വീഡിയോകളൊന്ന് കണ്ടുള്ളൂ. ഇത് നമുക്ക് കുട്ടികൾക്ക് മാത്രം കൊടുക്കാവുന്ന റെസിപ്പി ഒന്നും അല്ല, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റെസിപ്പികൾ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേ ദിവസം പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് രാവിലെ പാസ്ത കുക്ക് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം ഉണ്ടെങ്കിൽ, ഒരു 10 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഈ ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കി ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രൂട്ട്സ് കൊടുക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം. ഇപ്പോൾ ചില കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഇഷ്ടമായിരിക്കും, ചില കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമായിരിക്കും, ചില കുട്ടികൾ ഇപ്പോൾ അല്ലാതെ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഒരു സ്വീറ്റ്സോ എന്തെങ്കിലും ഒക്കെ കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാസ്ത റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു തക്കാളി മുഴുവൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിന്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ക്യാപ്സിക്കം വലുതാണെങ്കിൽ 1/4 ഭാഗം എടുക്കുക, ചെറുതാണെങ്കിൽ പകുതി എടുക്കുക. ഒരു ക്യാരറ്റിന്റെ പകുതി, ഒരു ചെറിയ സവാള മുഴുവൻ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ പച്ചമുളകിന്റെ അളവ് ഇത്രയും എടുക്കാം. ഇല്ല എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകിന്റെ 1/4 ഭാഗം ചേർത്താലും മതി. പിന്നെ എരിവ് കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മക്രോണി ആണോ പാസ്തയാണോ ഏതാണോ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം അതനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. മക്രോണിയുടെ ഷേപ്പിൽ തന്നെയുള്ള പാസ്തയാണിത്. അപ്പൊ ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവ് എടുക്കുമ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ 4 കപ്പ് വെള്ളം വെക്കുക. 4 കപ്പ് വെള്ളം വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിവിടെ ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പും കുറച്ച് വെജിറ്റബിൾ ഓയിലും ചേർക്കാം. ഈ പാസ്ത തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നത്. അപ്പൊ ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്.
ഇതിനൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പാസ്ത അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണോ മക്രോണിയാണോ ഏതാണോ എടുത്തിരിക്കുന്നത് അത് ചേർക്കുക. അപ്പോൾ ഇതിന്റെ പാക്കറ്റിന്റെ പുറത്ത് നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റിന്റെ പുറമെ എഴുതിയിട്ടുണ്ടാവും അതിന്റെ കുക്കിംഗ് ടൈം എത്ര മിനിറ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 12 മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം ആ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡും അതുപോലെ തന്നെ എടുക്കുന്ന പാസ്തയാണോ ഏത് ടൈപ്പ് പാസ്തയാണോ എടുക്കുന്നത് എല്ലാം അനുസരിച്ച് ആ കുക്കിംഗ് ടൈമിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കുക്ക് ചെയ്യാൻ തുടങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവർ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറ്റാലിയൻ റെസിപ്പീസ് ഒന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലാതെ കുഴഞ്ഞ് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുഴഞ്ഞു പോവാത്ത രീതിയിൽ കുക്ക് ചെയ്യാനാണ് നമ്മൾ ആവട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പും ഓയിലും ചേർത്തിട്ട് വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ചേർക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക, ഇടയ്ക്ക് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതുപോലെ 12 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുക്കായി കിട്ടും. പിന്നെ ഇത് കുക്കായി വന്നിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ പാസ്ത കുക്കായി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം വീണ്ടും ആ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒരു പശ പോയിട്ട് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഞാനതൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ പാസ്ത ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ച് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇറ്റാലിയൻ ഹെർബ്സ് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് ചേർക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. അതുപോലെ തന്നെ സവോളയുടെ കൂടെ തന്നെ ഞാൻ ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റിന് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ക്യാരറ്റും സവോളയും ഒരുമിച്ച് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഓയിലിലേക്ക് വെളുത്തുള്ളി ചേർക്കുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഓയിലിന്. അപ്പോൾ നമ്മൾ ഇനി ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസിലേക്കും വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് പിടിച്ചോളും. ഇതിലിപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഒണിയൻ ചേർക്കാം, സെലറി ചേർക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. പിന്നെ ഞാൻ ഈ രീതിയിൽ കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആകുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്, സവോള, തക്കാളിയൊക്കെയാണല്ലോ. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരുടെയും കയ്യിലുള്ള വെജിറ്റബിൾസ് തന്നെ ഉപയോഗിച്ചിട്ട് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും സവോളയും ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, തക്കാളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതെല്ലാം ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല കളർഫുൾ ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ കയ്യിൽ 3 കളറിലെ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 കളറിലെ ക്യാപ്സിക്കം ചേർത്തോളൂ. അപ്പോൾ കുറച്ചുകൂടി കളർഫുൾ ആവും. നമുക്ക് ഈ പാസ്ത കുക്ക് ചെയ്തെടുക്കാനുള്ള സമയമേ ഇതിൽ കൂടുതലായിട്ടുള്ളൂ. ബാക്കിയുള്ള കുക്കിംഗ് വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി 2 രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് എരിവൊക്കെ കഴിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിക്കാൻ താല്പര്യമില്ല, വെജിറ്റബിൾസ് കാണുമ്പോൾ തന്നെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഉടച്ചു കൊടുക്കുക. ആ ഉടച്ച് കഴിയുമ്പോൾ തക്കാളിയും ക്യാപ്സിക്കം ഒന്നും കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിൽ നന്നായിട്ട് അങ്ങ് ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇത് വെജിറ്റബിൾ ആണെന്ന് അറിയില്ല, ഏതോ ഒരു സോസ് ആണെന്ന് മാത്രം വിചാരിച്ചിട്ട് കഴിച്ചോളും. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർക്കുകയാണെങ്കിൽ ആ സോസിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ അറിയാതെ കഴിച്ചോളും. വെജിറ്റബിൾസ് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനങ്ങ് വെജിറ്റബിൾസ് വല്ലാതെ ഉടഞ്ഞ് പോകുന്ന രീതിയിൽ കുക്ക് ചെയ്യുന്നില്ല, ഓവറായിട്ട് കുക്ക് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഇനി പെപ്പർ പൗഡർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പെപ്പർ പൗഡർ അധികം ചേർക്കരുത്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓപ്ഷനിലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. കുറച്ച് ടൊമാറ്റോ സോസ്, ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന
പാസ്തയും കൂടി ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ് കറക്റ്റാണോ എന്ന് ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ വൈറ്റ് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കുരുമുളക് പൊടിയുടെ ആ ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടുള്ള പാസ്ത റെഡിയായി കഴിഞ്ഞു. ഇതിപ്പോൾ എരിവുള്ള രീതി, ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെസിപ്പി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളെ വെജിറ്റബിൾസ് ഇതുപോലെ കഴിപ്പിക്കാം. അവർക്ക് ഇഷ്ടമുള്ള പാസ്തകൾ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ റെസിപ്പി റെഡിയാക്കിയിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം. പാസ്ത ആകുമ്പോൾ കുട്ടികൾ എന്തായാലും ഇഷ്ടപ്പെട്ട് തന്നെ കഴിച്ചോളും. അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടി കഴിക്കും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പാസ്ത റെസിപ്പീസൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.